സംഗീതം പഠിക്കാതെ സംഗീത സംവിധായകനായി ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ വ്യക്തിയാണ് കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ CV രഞ്ജിത്ത്. ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ ചിത്രീകരിച്ച ആദ്യത്തെ ദേശഭക്തി ഗാനത്തിനാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ചെറുകുന്നിൽ കഴിഞ്ഞ 29 വർഷമായി ദന്തൽ ക്ലിനിക്ക് നടത്തുന്ന ഇദ്ദേഹം ജോലിക്കിടയിലാണ് പാട്ടിനും കൂടി സമയം കണ്ടത്. ലോക റെക്കോർഡിന് ഉടമയായിട്ടുള്ള ഡോക്ടർ CV രഞ്ജിത്ത് ഇപ്പോഴും ജോലി തിരക്കിലാണുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകളും അവാർഡുകളും മുൻപ് കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും ആ യാത്രകളും വിശേഷങ്ങളും നമുക്കൊന്ന് അറിയാം. നമസ്കാരം സാർ. എങ്ങനെയാണ് ഇപ്പൊ നിലവില് ലോക റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് സാറിന്റെ യാത്ര? അതൊന്ന് നമ്മളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ മ്യൂസിക്, അതായത് മ്യൂസിക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെയാണ് സാർ ഈ ഫീൽഡിലോട്ട് വന്നതെന്ന് അറിയുന്നത് വലിയൊരു സന്തോഷമാണ്. അതിനെ കുറിച്ചൊന്ന് പറയാം. എന്റെ ലേറ്റസ്റ്റ് പ്രോജക്റ്റ് വന്ദേ മാതരം എ ഫീൽ ഓഫ് പേട്രിയോട്ടിസം ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 12 റിലീസ് ചെയ്യുന്നത്. കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു IAS ആണ് റിലീസ് ചെയ്തത്. അപ്പൊ അത് 6 മിനിറ്റാണ് പാട്ട്. പക്ഷെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അതിന്റെ പുറകിലായിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കാശ്മീരിലെ കേരൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് കേരൻ. അവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കേരൻ, പിന്നെ ശ്രീനഗർ, കുപ്വാര, അതെല്ലാം കാശ്മീരിൽ, പിന്നെ കുളു മണാലി, ലേ, ലഡാക്ക്, കേദാർനാഥ് ഫസ്റ്റ് ഷൂട്ട് കേദാർനാഥ്. പിന്നെ ബാക്കിയുള്ള എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ വാരണാസി, പിന്നെ അമൃത്സർ, ഡൽഹി, ആഗ്ര, പിന്നെ ജയ്പൂർ, അഹമ്മദാബാദ്, പിന്നെ ആസാം, മേഘാലയ, കൽക്കട്ട, ബാംഗ്ലൂർ, മൈസൂർ, ഹംപി, മധുര, ഉദയ്പൂർ, അജ്മീർ, പിന്നെ കണ്ണൂർ, പിന്നെ വാഗമൺ, ട്രിവാൻഡ്രം, ആലപ്പി, പിന്നെ കന്യാകുമാരി, ധനുഷ്കോടി, അങ്ങനെ 20 സ്റ്റേറ്റ്, 33 സിറ്റീസ്, 44 ലൊക്കേഷൻസ് 6 മിനിറ്റിൽ കാണിച്ചതാണ്. അപ്പം അതിനാണ് ഇത് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ഇതില് ഈ പാട്ടില് വെറും സ്ഥലങ്ങൾ മാത്രമല്ല, ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, സ്റ്റേറ്റ് പോലീസ്, ഇവരെല്ലാവരും കാണിക്കുന്നുണ്ട്. ചിദംബരനാഥ്, രാജാമണി, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയവരുടെയും KJ യേശുദാസ്, KS ചിത്ര, MT ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, ബിജു നാരായണൻ, സുജാത, ജ്യോത്സ്ന, വിനീത് ശ്രീനിവാസൻ തുടങ്ങി മറ്റനവധി ഗാനരചയിതാക്കളുടെയും ഗായകരുടെയും കൂടെ പ്രവർത്തിച്ചു. ഞാൻ ഈ ഷാലു എന്ന് പറഞ്ഞ ആൽബം ചെയ്തിട്ട് കുറെ കാലം എനിക്ക് മൂകാംബിക പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പറ്റിയില്ല. ഒരു 5-8 മാസം കഴിഞ്ഞിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വരുന്നത്, ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നെ എടുത്തു. പക്ഷെ അതിൽ ഏറ്റവും അതിശയമുള്ള കാര്യം, അതിലെ ഫസ്റ്റ് പാട്ട് എന്റെ മൂകാംബികയെ പറ്റിയ പാട്ടാണ്. ക്ലാസിക്കൽ സോങ്, മധുബാലകൃഷ്ണനാണ് പാടിയത്. അത് എഴുതാൻ വേണ്ടി പോയ സമയത്തും ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഗിരീഷ് പുത്തഞ്ചേരിന്റെ അടുത്താണ് പോയത്. ഗിരീഷ് ഏട്ടൻ ഞാനും അതിന്റെ അത്രയും അടുപ്പായിരുന്നു. ഗിരീഷ് സ്വന്തം ഒരു ബ്രദർ പോലെ. ഗിരീഷ് ഏട്ടൻ പാട്ട് എഴുതാൻ വേണ്ടി ഉച്ചക്ക് ഒരു 11 മണിക്ക് തുടങ്ങിയതാണ്. എഴുതാന്ന് പറയുമ്പോഴേക്ക് പിന്നെ ഓരോരാളിങ്ങനെ വന്ന് ഓരോ പ്രാവശ്യം പറയാൻ കുറച്ച് പിന്നെ എഴുതാം. അവസാനം പുലർച്ചെ 2:30 എൻ്റെ അടുത്ത് പറഞ്ഞ് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ആ ഉറക്കം വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം പോയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ട്യൂൺ ഒന്ന് പാടാൻ. അപ്പൊ ഞാൻ ആ മൂളിയപ്പോൾ അദ്ദേഹം ആ സെക്കൻഡ് തന്നെ പുള്ളി പാട്ട് എഴുതുവാണ്. പാട്ട് എഴുതിയപ്പോൾ എൻ്റെ അടുത്ത് കടലാസ് എടുത്ത് തന്ന് എൻ്റെ ചോദിച്ചു, എങ്ങനെയുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കറക്റ്റ്, ഒരു സ്ഥലത്ത് വരെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, നല്ലൊരു ഭക്തി തോന്നുന്നുണ്ട്. പിന്നെ ഭക്തി ഉണ്ടാവും. പക്ഷെ ഇതിന്റെ അവസാനത്തെ ലൈൻ ഞാൻ നിന്നെപ്പറ്റി എഴുതിയത്, അതൊന്ന് വായിച്ചു പോകുന്നു. അവസാനത്തെ ലൈന് ആ മൂകാംബിക ദേവിയെ പറ്റിയുള്ള പാട്ടിന്റെ അവസാനത്തെ ലൈന് എന്നെ പറ്റിയായിരുന്നു. ഹരിശ്രീ അറിയാത്ത എന്നെയും നീ നിന്റെ പരബ്രഹ്മ കാവ്യത്തിൽ സ്വരങ്ങളാക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഞാൻ ശരിക്കും ഒരു ജീനിയസ് ആണ്. അതും എന്നെ പറ്റി ഒരു പാട്ട് എഴുതി. അതെനിക്ക് മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഇക്കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായി ഒരുക്കിയ തീം സോങ്ങും ശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ ടൂറിസത്തിനായി ഡോക്ടർ CV രഞ്ജിത്ത് ഒരുക്കിയ ദ സോങ് ഓഫ് കണ്ണൂർ, ഹെവൻ ഓഫ് ടൂറിസം എന്ന ഗാനം തരംഗമായിരുന്നു. ഈ ഗാനത്തിലൂടെ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ അന്താരാഷ്ട്ര പുരസ്കാരവും ഡോക്ടർ CV രഞ്ജിത്ത് സ്വന്തമാക്കി. ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് 20 ഇന്ത്യൻ ഭാഷകളിൽ പാട്ടൊരുക്കി ശ്രദ്ധ നേടുകയും ചെയ്തു. शान हिंदुस्तान हसे हिंदुस्तान
ഡോക്ടർ ഷാലിയാണ് ഭാര്യ. +2 വിദ്യാർത്ഥിയായ ശരൺഷാൽ മകനാണ്. സംഗീതവും ജോലിയും ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഡോക്ടർ CV രഞ്ജിത്ത്. ഇദ്ദേഹം നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ്. ഇനി സിനിമ കൂടി സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹവും ഇദ്ദേഹത്തിനുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.